ഗവൺമെന്റിനെ നമ്മൾ ഒരുപാട് നന്ദിയോടുകൂടെ ഓർമ്മിക്കണം. പക്ഷെ കണ്ണൂരിലേക്കും കാസർഗോഡിലേക്കും ജനസാമാന്യങ്ങള് കാർഷിക വൃത്തിക്ക് വേണ്ടി കുടിയേറിയ ഒരു പാരമ്പര്യമുണ്ട്. ആ കുടിയേറ്റ ജനതയാണ് കണ്ണൂരിനെയും കാസർഗോഡിനെയും ഇന്ന് കാണുന്ന കണ്ണൂരും കാസർഗോഡുമാക്കി മാറ്റിയത്. നമ്മുടെ ജനം നട്ടെല്ലും മുറുകി പണിയെടുത്തതാണ്. നമ്മുടെ ജനം അധ്വാനത്തിന് വേണ്ടി ഭൂമി തേടി ഇറങ്ങി വെട്ടിപ്പിടിച്ചതോ കട്ടെടുത്തതോ ഒന്നുമല്ല. വെറുതെ കിടക്കുന്ന തരിശായി കിടക്കുന്ന ഭൂമിയില് വിളയിറക്കിയാല് വിള കൊയ്യാൻ പറ്റും. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ മരച്ചീനി, കപ്പ, നെൽകൃഷി, ഇതൊക്കെ നമ്മുടെ സമുദായത്തിൽ നിന്ന് ജനങ്ങള് കൊടുത്ത സംഭാവനയാണ്. നിങ്ങൾക്കറിയാം, ആലപ്പുഴ ജില്ലയിലെ മുരിക്കന്റെ കായലോലങ്ങള് ഞാനിങ്ങനെ എൻസൈക്ലോപീഡിയയിൽ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് സത്യം പറഞ്ഞാല് ഗവൺമെന്റ് ഒന്നും ഒരു ആദരവ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും വെള്ളം ഇറങ്ങിയാല് ആ പ്രദേശത്ത് നെൽകൃഷി ഇറക്കാമെന്ന ഒരു നൂതന ശാസ്ത്രം കണ്ടുപിടിച്ച ജോസഫ് മുരിക്കനെ എൻസൈക്ലോപീഡിയ വിളിക്കുന്നത് കായൽ രാജ എന്നാണ്. നെൽകൃഷിയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച മനുഷ്യനാണ്. ഇന്ന് നെൽകൃഷിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ച് വളരുന്ന ഈ നെൽകൃഷി ഇവിടെ സാമാന്യവൽക്കരിക്കുന്നതിൽ നമ്മുടെ സമുദായം ചെയ്തിട്ടുള്ള ശുശ്രൂഷകള് വളരെ വലുതാണ്. 1928 മീനിച്ചിൽ താലൂക്കിൽ നിന്ന് മനുഷ്യരെ മണ്ണ് തേടി മലബാറിലേക്ക് കയറിയ കുടിയേറ്റമാണ് മലബാർ കുടിയേറ്റം. ഇന്ന് നിങ്ങളൊക്കെ മീനിച്ചിക്കാരുടെ മക്കളാണ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് മീനിച്ചിലെ ബ്ലഡ് ഗ്രൂപ്പാണ്. അവിടെ നിന്നാണ് ഇന്ന് 5 രൂപതകൾ ഉണ്ടായത്. തലശ്ശേരി ഉണ്ടായി, താമരശ്ശേരി ഉണ്ടായി, ഭദ്രാവതി ഉണ്ടായി. അങ്ങനെ നമ്മുടെ വ്യത്യസ്ത രൂപതകള് വളർന്നു വലുതാകുന്നതിൽ നമ്മൾ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങള് ഞാൻ ഇന്നത്തെ ദിവസത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. റബ്ബർ, കാപ്പി, തേയില, നെല്ല്, ഈ വക കൃഷികളൊക്കെ ഈ നാടിൻ്റെ വളർച്ചയിൽ വളരെയേറെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ കർഷകൻ ചെയ്ത സംഭാവനകളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. പക്ഷെ നട്ടെല്ല് മുറിഞ്ഞ് പണിയെടുത്ത കർഷകന് ഇതുവരെ പെൻഷൻ കൊടുക്കാൻ തീരുമാനമായിട്ടില്ല. നമ്മുടെ വാർദ്ധക്യത്തിലെത്തിയ കർഷകന് നീ സമൂഹത്തിന് ചെയ്തൊരു നന്മയ്ക്ക് നിനക്കൊരു പെൻഷൻ ഇരിക്കട്ടെ എന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ഞാൻ പറയും, കർഷകർക്ക്, പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന, പ്രായാധിക്യം അനുഭവിക്കുന്ന കർഷകർക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ കാർഷിക പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് പോലെ കർഷകർക്ക് കൊടുക്കാൻ ഇവിടെ സംസാരിക്കാൻ ആരുമില്ലാതെ പോകുന്നത് സങ്കടകരമാണ്. കർഷകന്റെ കണ്ണുനീര് ഈ സമൂഹത്തില് കേൾക്കപ്പെടണം. അവനെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകണം. ഇന്ന് മനുഷ്യനെ കൊന്ന പ്രശ്നമില്ല. പക്ഷെ കൃഷി നശിപ്പിക്കുന്ന ആ കാട്ടുപോത്തിനെ കൊന്നാൽ അവൻ ജയിലിൽ പോകണം. ഞാൻ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെ എതിർക്കുകയല്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം. വന്യമൃഗങ്ങൾ അനധികൃതമായിട്ട് ആരും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യരുത്. പക്ഷെ വന്യമൃഗങ്ങള് കൃഷിവിളകൾക്ക് വരുത്തുന്ന വലിയ നാശത്തെ കുറിച്ച് ആരും സംസാരിക്കാതെ ഒരു കർഷകന്റെ കണ്ണുനീര് പൂവണിയുമ്പോൾ ആ കർഷക ഭൂമിയിലെ കാട്ടുപന്നി കയറി നശിപ്പിക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ, കാട്ടാന കയറി നശിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ
അവിടെയൊന്നും ഒരു പരിഹാരത്തിൻ്റെ മാർഗങ്ങൾ കണ്ടെത്താൻ വരുന്നില്ല. കർഷകർക്ക് ആരോഗ്യ പരിരക്ഷണവും അവൻ്റെ ഭൂമിക്ക് സംരക്ഷണവും അവിടെ മക്കൾക്ക് പഠിക്കാനുള്ള ആനുകൂല്യങ്ങളും കർഷകരുടെ മക്കൾക്ക് ജോലി സംവരണം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം